ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ അവിയൽ. ചിക്കൻ അവിയൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാനിത് ബാംഗ്ലൂരിൽ നിന്നാണ് കഴിച്ചത് ഒരിക്കൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം. സെമി തിക്ക് ഗ്രേവി, നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചിക്കൻ, കുറച്ച് പച്ചക്കറി, എനിക്കിഷ്ടമുള്ള പച്ചക്കറികൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പക്ഷേ നേന്ത്രക്കായ ഒന്ന് ഒഴിവാക്കുക. നേന്ത്രക്കായ അതിൻ്റെ കൂടെ ശരിയാവുന്നില്ല. ഇതിൽ ഞാൻ തിന്നായിട്ടല്ല പച്ചക്കറി അരിഞ്ഞിരിക്കുന്നത്, കുറച്ച് തിക്കായിട്ടാണ്. തിന്നായിട്ട് പച്ചക്കറി ഞാൻ സാധാരണ അവിയലിൽ ചേർക്കാറ്, പക്ഷേ ഇത് കുറച്ച് തിക്കാണ്. തിക്കാവുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒപ്പം വേവ് ശരിയാവാൻ വേണ്ടിയിട്ടും കൂടെയാണ്. പിന്നെ ഞാൻ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല പുളിച്ച തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ ചേർക്കാം, പക്ഷെ മാങ്ങ ചേർത്ത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഈ തിക്ക് കൺസിസ്റ്റൻസി ഒന്നും കിട്ടണമെന്നില്ല. പിന്നെ മാത്രമല്ല അതൊരു ടേസ്റ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നോക്കിയത് തൈര് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് പുളിയുള്ള തൈര് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക. ഇത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും എരിവ് കുറഞ്ഞ ഒരു ഡിഷാണ്. ഇതിൽ കുറച്ച് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി, മസാല ഒന്നുമില്ല. അപ്പോൾ ധൈര്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റിയാണ്. ഇനി ഗസ്റ്റ് വരുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ കേരളത്തിൻ്റെ തനത് രുചി ആ നാളികേരവും വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ സൂപ്പറായിരിക്കും. അതിൻ്റെ ഒപ്പം കറിവേപ്പില മറക്കുക ചെയ്യരുത്. പിന്നെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ചിക്കൻ 200 ഗ്രാം നീളത്തിൽ കട്ട് ചെയ്താണ്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും. ഇത് മൂന്നും കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, ഇത്ര മതി വെള്ളം. ഈ വെള്ളത്തിൽ ഈ ചിക്കൻ വേവും. അതിനൊരു 10 മിനിറ്റ് മാക്സിമം ടൈം വേണ്ടി വരും. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും എല്ലാ ഭാഗത്തും. അടച്ചു വയ്ക്കുക. 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ വെള്ളമൊക്കെ വറ്റി. ഈ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക്. ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് അവിയലിനുള്ള കഷ്ണം വേവിച്ചെടുക്കാം. അവിയലിനുള്ള പച്ചക്കറി കഷ്ണം നമുക്ക് ഇതിൽ തന്നെ വേവിക്കാം. കുമ്പളങ്ങ 100 ഗ്രാം കട്ടിയുള്ള കഷ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്, നീളത്തിലല്ല. കൊത്തവരയും ഇതേപോലെ തന്നെ വലിയ നീളമില്ല. കൊത്തവര 100 ഗ്രാം. ചേന 150 ഗ്രാം ഉണ്ട്. ഇതേപോലെ തന്നെ കട്ടിയുള്ള കഷ്ണമാണ്, നീളമില്ല അധികം. 1/2 ടീസ്പൂൺ ഉപ്പ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും കുമ്പളങ്ങയും കൂടെ ചേരുമ്പോൾ കുറച്ച് വെള്ളം വരും. ഈ വെള്ളത്തിലാണ് നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത്. അവിയലിന് ഒരിക്കലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുമ്പളങ്ങിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് കഷ്ണങ്ങൾ വേവിക്കണം. അതാണ് അവിയലിന് ഏറ്റവും ടേസ്റ്റ്. അല്ലാതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പച്ചക്കറിയുടെ ആ വെള്ളത്തിൽ തന്നെ പച്ചക്കറികൾ ഫുൾ വേവും. അത് കാരണമാണ് ഞാൻ തിന്നായിട്ട് എപ്പോഴും അവിയലിന് കട്ട് ചെയ്യുന്നത്. ഇതിലിപ്പോഴും വെള്ളമുണ്ട്. കഷ്ണം ശരിക്കും വെന്തിട്ടില്ല. നമുക്ക് കുമ്പളങ്ങ കണ്ടാൽ അറിയാം വെന്തു വെന്തില്ലേന്ന്. അപ്പോൾ ഇത്രയും കൂടെ വേവാനുണ്ട്. വെള്ളം ഉണ്ടേനും. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അടി പിടിക്കണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇല്ല, എല്ലാം കറക്റ്റ് വേവാണ്. കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു സംശയം ഈ ചേന ആവുമോ എന്നുള്ളതാണ്. ചേന വെന്തിട്ടുണ്ടാവുമോ എന്നുള്ളതാണ്. ചേന ഒന്ന് എടുത്ത് നോക്കാം. ചേന വെന്തിട്ടുണ്ട്. ചേന രണ്ടായി പൊട്ടിക്കുമ്പോൾ കറക്റ്റായി വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ട് അതിന്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ അടച്ചു വെക്കുകയാണ്. ഇനി അവിയലിൻ്റെ അത് 1 നാളികേരം, 5 പച്ചമുളക്, ഇത് രണ്ടും കൂടെ വെള്ളമില്ലാതെ ചതച്ചെടുക്കുക. വെള്ളം തൊടുക വേണ്ട, വെള്ളം ഇല്ലാതെ തന്നെ നമുക്കത് ചതച്ചെടുക്കണം. ഇനി വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളവും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. ചിക്കനും പച്ചക്കറിയും കൂടെ ഒന്ന് നന്നായി മിക്സാവും. ഇത് മിക്സായ ശേഷം നമ്മുടെ അരയിലേക്ക് ചേർക്കാം. ഇതൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ, വെള്ളമില്ല. വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത്. ഇതാണ് ഇതിൻ്റെ പാകം. ഇതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കട്ടെ. അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം.
ഇതെല്ലാം കറക്റ്റായിട്ട് പിടിക്കും. അപ്പോൾ തേങ്ങ പച്ചക്കറിയിലും ചിക്കനിലും ഒക്കെ നന്നായിട്ട് പിടിക്കും. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല തൈര്, പുളിയില്ല നല്ല തൈര് ആഡ് ചെയ്യുന്നുണ്ട്. മാങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പക്ഷെ മാങ്ങ അത്ര ടേസ്റ്റ് ഇല്ല. ഈ തൈര് ആഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ആ വെള്ളം കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയും കിട്ടില്ല മാങ്ങ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ടേസ്റ്റ്. നല്ല പുളിയുള്ള തൈര് ആഡ് ചെയ്യാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കറിവേപ്പില, നല്ല വെളിച്ചെണ്ണ. അപ്പം നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പം തന്നെ നമുക്കറിയാം. നല്ല സ്മെൽ. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. കാരണം എല്ലാം ഒന്ന് അതിൽ തന്നെ ആ മണമൊക്കെ ഒന്ന് പിടിക്കട്ടെ, കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാത്തിൻ്റെയും മണം. അത് കഴിഞ്ഞ് നമുക്കൊരു 3 മണിക്കൂർ ഇത് വയ്ക്കാം. 3 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി ഇത്. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും ആ ചിക്കനിൽ. നല്ല ടേസ്റ്റ്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.